ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പിയിൽ UDFന്റെ തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിൽ പൊട്ടിത്തെറി. ചെയർമാനും കൺവീനറും രാജി നൽകി. റിയാസ് മുക്കോളി വിഷയവും മുസ്ലിം ലീഗ് വോട്ട് ചോർച്ചയും അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയാക്കി. പട്ടാമ്പിയിൽ UDFന്റെ തോൽവിക്ക് പിന്നാലെയാണ് നേതൃയോഗം ചേർന്നത്. സംസ്ഥാനം മുഴുവൻ UDF തരംഗമുണ്ടായിട്ടും പട്ടാമ്പിയിലുണ്ടായ തോൽവി വലിയ തിരിച്ചടിയായെന്ന് യോഗം വിലയിരുത്തി. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് UDF ചെയർമാൻ KP വാപ്പുട്ടിയും കൺവീനർ ജിതേഷ് മോഴിക്കുന്നവും രാജി നൽകിയത്. വിവിധ കാരണങ്ങൾ തോൽവിക്ക് കാരണമായതായി യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. പ്രധാനമായും റിയാസ് മുക്കോളി വിഷയം ചർച്ചയായി. കഴിഞ്ഞ തവണ മത്സരിച്ച റിയാസ് മുക്കോളി ഇത്തവണ സീറ്റ് നിഷേധിച്ചതിനാൽ റിയാസ് മുക്കോളിയെ പിന്തുണയ്ക്കുന്നവർക്ക് UDF സ്ഥാനാർത്ഥിക്കെതിരെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രവർത്തിച്ചതായി യോഗത്തിൽ ആരോപണമുയർന്നു. ഇതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഭാഗമായി എന്നും കുറ്റപ്പെടുത്തലുണ്ടായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിനാൽ പ്രചരണത്തിന്റെ സമയക്കുറവും ആഴ്ചകളോളം നീണ്ട പട്ടാമ്പി നഗരത്തിലെ കുടിവെള്ള പ്രശ്നവും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. പട്ടാമ്പിയിൽ പല സ്ഥലങ്ങളിലും UDFന് വിചാരിച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല. UDF കോട്ടയായ തിരുവേഗപ്പുറയിലും UDF ഭരണം കൈയാളുന്ന പട്ടാമ്പി നഗരസഭാ പരിധിയിലും UDFന്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞതും നേതൃത്വത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയാക്കി. മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലകളിൽ വ്യാപകമായി വോട്ട് ചോർച്ച ഉണ്ടായെന്നും ലീഗ് മണ്ഡലം നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടെന്നും വിമർശനമുയർന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പതിറ്റാണ്ടുകൾ ഇടതുപക്ഷം അടക്കി വാണിരുന്ന മുതുതല വിളയൂർ പഞ്ചായത്തുകളിലും ഇടതുപക്ഷ ഭരണമുണ്ടായിരുന്ന കുലുക്കലൂർ വല്ലപ്പുഴ പഞ്ചായത്തുകളും UDF വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തിട്ടും ആ ഒരു മുന്നേറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞില്ലെന്നാണ് വിലയിരുത്തൽ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.